SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾക്കറിയാം ഏറ്റവും ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള എക്സാംസ് ആണ് SSC CGL എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം ഓൾറെഡി ഇപ്പം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ Tier 2 ഒക്കെ വരാൻ പോവാണ്. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം അടുത്ത വർഷം ഇനി വീണ്ടും ഈ എക്സാംസ് ഒക്കെ തന്നെ വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് SSCയുടെ കലണ്ടർ റിലീസാവും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 തൊട്ട് 8 മാസത്തോളം ഇനി ഉണ്ട് നമുക്ക് ഈ ഒരു SSC CGLൻ്റെ അടുത്ത വർഷത്തെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. ആൻഡ് പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 10 മാസത്തോളം പ്രിപ്പറേഷനുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. സോ ഇപ്പോഴേ നമ്മളതൊരു റൈറ്റ് ട്രാക്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വരുന്ന CGL മാത്രമല്ല, ഈവൻ ഏതൊരു SSCയുടെ എക്സാംസ് ആയാലും റെയിൽവേയുടെ എക്സാംസ് ആയാലും നമ്മുടെ ബാക്കിയുള്ള ബാങ്കിൻ്റെ എക്സാംസ് ആയാലും പോലും ഈ എക്സാംസിനൊക്കെ തന്നെ നമുക്കത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നതും SSC CGL എക്സാം, എസ്പെഷ്യലി ഈവൻ SSCയുടെ എക്സാംസ് ആയാലും ശരി, ഏതൊരു എക്സാം ആയാലും ശരി, നമുക്ക് നെഗറ്റീവ്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കാം, എങ്ങനെ അവോയ്ഡ് ചെയ്യാം, മിസ്റ്റേക്സ് വരാതൊക്കെ എങ്ങനെ ശ്രമിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കുറേ ഫാക്ടേഴ്സ് വരും. ആ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ നോക്കി ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നെഗറ്റീവ്സ് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം പലപ്പോഴും നമുക്ക് സ്കോർ കുറഞ്ഞു പോകുന്നതും നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുന്നതൊക്കെ തന്നെ നമ്മൾ അഡീഷണൽ നെഗറ്റീവ് കയറി വരുന്നുണ്ടോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് വന്നു, അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും കാണുന്നതുമാണ്. സോ നമുക്ക് എങ്ങനെ ഈ നെഗറ്റീവ് കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ പോയിൻറ്സും നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പം, എസ്പെഷ്യലി ഇപ്പം കോളേജിലൊക്കെ പാസ് ഔട്ടായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, അവർ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ അവരായാലും ശരി, ഏതൊരാൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം തന്നെ ഈ നെഗറ്റീവ് കുറയാനും നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ എക്സാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, എക്സാമിൻ്റെ സിലബസ് എന്താണ്, എന്തൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ എന്താ പറയുക ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എവിടേക്കാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് ആൾക്കാർ ചെയ്യുന്നത്, എന്ത് മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ നമ്മുടെ SSC CGL എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ആദ്യം തന്നെ എക്സാമിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത് 2 മാർക്ക് വെച്ചാണ്. സോ ടോട്ടൽ 200 മാർക്കാണ് നമുക്ക് വരുന്നത്. മൊത്തം 60 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എക്സാം എഴുതാൻ വേണ്ടി. 1 മണിക്കൂറാണ് കിട്ടുന്നത്. 4 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയും, ജനറൽ അവയർനെസ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡും ആൻഡ് ഇംഗ്ലീഷും. 4 സെക്ഷൻ, ഓരോ സെക്ഷനിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നത്. 25 ക്വസ്റ്റൻസ് വെച്ചാണ് വരുന്നത്. എല്ലാ ക്വസ്റ്റിനും 2 മാർക്സ് വെച്ചായതുകൊണ്ട് തന്നെ 25 ക്വസ്റ്റൻ വെച്ച് വരുമ്പോൾ നമുക്ക് എല്ലാത്തിലും 50 മാർക്ക് വെച്ചാണ് മൊത്തം 200 മാർക്കും ആൻഡ് 60 മിനിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ നമുക്ക് ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 100 ക്വസ്റ്റിനും 60 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ 100 ക്വസ്റ്റിനും 60 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റൻ എഴുതാൻ എത്ര സമയം കിട്ടുന്നുള്ളൂ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ആ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 35 to 40 സെക്കൻഡ്സ് ആണ് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ അകത്ത് നമുക്ക് ഇത് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രീം സ്പീഡ് വേണം, അത്രത്തോളം അക്യൂറസി വേണം, നമുക്ക് എവിടെയൊക്കെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, എവിടെയൊക്കെ തെറ്റാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാവണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ഈ ഒരു എക്സാമിനെ കുറിച്ച്, CGL എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എത്ര സമയമുണ്ട്, ആ സമയത്തിനകത്ത് നിന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇനി എക്സാമിൻ്റെ പാറ്റേൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം ഇൻസ്ട്രക്ഷൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം നമുക്ക് പലപ്പോഴും DIയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഫോർമുല അങ്ങനെയൊക്കെ തരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുല ആയിരിക്കും, പക്ഷേ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന ഫോർമുല കുറച്ചും ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പം ബേസിൽ എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പം വേറൊരു ക്വാണ്ടിറ്റി ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുലയും അവിടെ കൊടുത്തേക്കുന്ന ഫോർമുലയും ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അവിടെ ക്വസ്റ്റ്യനിൽ ഏത് ഫോർമുലയാണോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഫോർമുലയാണ് എടുക്കേണ്ടത്, ആ ബേസ് ആണ് എടുക്കേണ്ടത്. ഒരിക്കലും നമുക്കറിയാവുന്ന ഫോർമുല അല്ല നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഫോർമുല എനിക്ക് അറിയാം എന്ന് വിചാരിച്ച് നമ്മളത് നോക്കാറില്ല, അതുപോലെ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിക്കാറില്ല ചില സമയത്ത്. സോ അത് കാരണം ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമുക്ക് ആവശ്യമുള്ളത് കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടാത്ത കാര്യങ്ങൾ അടക്കം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ എക്സ്ട്രാ കണ്ടുപിടിച്ച് സമയം കളയാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. സോ എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിക്കുക, ഒന്നും മിസ്സാവാതെയും നമ്മൾ അഡീഷണൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ നിൽക്കുന്നതും, അതുപോലെ തന്നെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാംസ് എഴുതുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ SSC എക്സാംസ് വരുമ്പോൾ 4 സെക്ഷൻസാണ് വരുന്നത്. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ്
ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്കറിയാം മൊത്തം 60 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ 60 മിനിറ്റ് കൊണ്ട് വേണം നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻ വെച്ച് ഈ 4 ഏരിയാസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പേരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓക്കെ 4 ഏരിയ 60 മിനിറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും 15 മിനിറ്റ് വെച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആ ക്വസ്റ്റ്യൻ വളരെ ലെന്തി ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കളയാൻ പാടില്ല. മേ ബി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് അവസാനം ഒന്ന് ആ ലെന്തി ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 2, നമുക്ക് ഈ പറഞ്ഞ ലെന്തി ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പം വാല്യൂസ് ഒരുപാടായിരിക്കും. ചിലപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു 3 to 4 ലെവൽ ഓഫ് കാൽക്കുലേഷൻ വരാൻ സാധ്യതയുണ്ട് അത്രയും ലെന്തി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് വളരെ ലെന്തി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റിനെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ പോലും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് മൂവ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന നമ്മൾ വായിക്കുന്ന സമയത്തായാലും നമുക്ക് ഒരുപാട് സമയം എടുക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഇപ്പം പറഞ്ഞ അതേപോലെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കവർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റൻസിനെ നമ്മൾ നോക്കാൻ വേണ്ടി. ഇത് കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 4 സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ 4 സെക്ഷനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60 മിനിറ്റ് 15 എന്നൊരു രീതിയിൽ എടുക്കല്. നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ് ആണെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട സമയം വെറും 5 മിനിറ്റ് ആണ്. നമുക്ക് 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ അവിടെ 5 മിനിറ്റ് മതി. ബിക്കോസ് നമുക്കവിടെ പേനയും പേപ്പറുടെ ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുക, നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുക, പോവുക. നമുക്കവിടെ മൗസിൽ നിന്ന് കൈയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ വേറെ ഒന്നും എഴുതി നോക്കേണ്ടിയോ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ആണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം. 4.5 to 5 മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യേണ്ട സമയം. ഇംഗ്ലീഷിലേക്ക് വരുമ്പം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം നമുക്ക് ഈ ഒരു GA ആൻഡ് ഇംഗ്ലീഷ് മാത്രം നമ്മൾ കൊടുക്കേണ്ട ടോട്ടൽ ടൈം എത്ര ആയിരിക്കണം? 15 മിനിറ്റ് ആയിരിക്കണം. ആൻഡ് ബാക്കിയുള്ള 45 മിനിറ്റ് നമുക്ക് പോകുന്നത് ആ ഒരു ഏരിയയിലേക്കായിരിക്കും. അതുകൊണ്ട് അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യേണ്ടി വരുന്നതും ഒരുപാട് സമയം എടുക്കുന്നത്. ഇംഗ്ലീഷിലായാലും നിങ്ങൾക്കറിയാം പെൻ ആൻഡ് പേപ്പറുടെ ആവശ്യമില്ല. നമുക്ക് ചുമ്മാ വായിച്ച് മനസ്സിലാക്കി നമുക്ക് മാർക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. റീസണിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മിനിറ്റ് ആണ് നമുക്ക് അവിടെ എടുക്കേണ്ട സമയം. അപ്പോൾ അഗെയിൻ നമുക്ക് അവിടെ 15 മിനിറ്റ്സ് ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ 15 ആയി, അവിടെ 15 ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 30 മിനിറ്റ് ഉണ്ട്. ഈ 30ൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 20 തൊട്ട് 25 മിനിറ്റ് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എക്സാമിൽ പോയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തായിരിക്കണം പോകേണ്ടത്. നമ്മളിപ്പം ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് റീസണിങ് 15 മിനിറ്റ് നിൽക്കത്തില്ല. ചിലപ്പോൾ അത് 20-22 മിനിറ്റ് വരെ പോകും. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, 15 മിനിറ്റിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഇംഗ്ലീഷ് ചിലപ്പം 10 മിനിറ്റ് നിന്നൊന്നും വരത്തില്ല. നമുക്കത് 13-14 മിനിറ്റ് വരെ പോകും ആദ്യമേ ചെയ്യുന്ന സമയത്ത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് ഒരു 10 to 12 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ജനറൽ അവയർനെസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 to 7 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. അതിനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിലേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മളവിടെ ഒരുപാട് അറിയാത്ത ക്വസ്റ്റിനെ വെച്ച് ഒരുപാട് ആലോചിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരുപാട് സമയം എടുക്കുന്നത്. നിങ്ങൾക്കറിയാം എത്ര സമയം കിട്ടിയാലും തികയാത്തൊരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അവിടെ നമുക്ക് ഈ ഒരു ലോങ് ടേം പ്രാക്ടീസ് വഴി നമുക്കൊരു 20-25 മിനിറ്റിലേക്ക് കൊണ്ടുവരാം. ഇത് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു അഡീഷണൽ 5 to 10 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കിത് പറഞ്ഞ പോലെ കൊണ്ടുപോകണമെങ്കിൽ ആ 5 to 10 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ഫോർ റിവ്യൂവിൽ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ മാർക്ക് ചെയ്താവാം, ചിലപ്പോൾ മാർക്ക് ചെയ്യാതെ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആകാം. അതിന് വേണ്ടിയായിരിക്കണം ഈ ലാസ്റ്റ്ലി 5 to 10 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇതെല്ലാം ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു 90+, ഒരു 80 to 90+ ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 നമുക്ക് വളരെ ടെൻഷനൊന്നും ഇല്ല, നമുക്ക് എക്സാം ക്ലിയർ ആവും. നമുക്ക് ഇതിൻ്റെ അടുത്ത ഫേസ് ഉണ്ടെങ്കിൽ അടുത്ത ഫേസ് ഓഫ് എക്സാം, സെക്കൻഡ് ഇയർ എക്സാം, അതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റും. കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ആവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മളൊരു 60-70 അതാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഡൗട്ട് എപ്പോഴും കാണും, ക്ലിയർ ആവുമോ, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് എപ്പോഴും കാണും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല. ഈ കാര്യങ്ങളും ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിലേക്ക് ലിമിറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അവോയ്ഡ് ഗസ്സിങ് റാൻഡംലി. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന എവിടെയാണ്, GAയിലും ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയയിലും ഇംഗ്ലീഷിലാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് അവിടെ തന്നെയാണ്, ഈ ജനറൽ അവയർനെസ്സിലും ഇംഗ്ലീഷിലാണ് നെഗറ്റീവ് വരുന്നത്. ഈ ഒരു ഗസ് ചെയ്യുന്ന പ്രോസസ്സ് അത് മാക്സിമം അവിടെ നമ്മൾ മാത്സിലും റീസണിങ്ങിലും ഗസ് ചെയ്യാനേ പാടില്ല. അത് നിങ്ങൾക്കറിയാം ആൻസർ കിട്ടിയാൽ മാത്രമേ മാർക്കാവൂ, അവിടെ നെഗറ്റീവ് വരാൻ സാധ്യതയില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ നെഗറ്റീവ് വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷിലുമാണ്. അതിൽ മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കാൻ നോക്കുക. നമ്മൾ ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന മാത്രം മാർക്ക് ചെയ്യുക. അതേപോലെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 100% ഷുവർ ആയിരിക്കണം. ഈ 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ എന്തായാലും വരത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ
പിന്നുള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ ഗസ് ചെയ്യാം, നിങ്ങൾ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ റാൻഡം ഗസ് എന്നൊരു പ്രോസസ്സിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് നല്ലപോലെ അറിയാം. സിമ്പിളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാർക്ക് ചെയ്യുക, ആൻസർ കിട്ടുവാണെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുവാണ്, നിങ്ങൾക്ക് 100% ഷുവർ ആണ് ഇത് രണ്ടും അല്ല എന്ന് 100% ഷുവർ ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റിസ്ക് എടുക്കാം. ബിക്കോസ് അവിടെ 50% ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ റിസ്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് വരില്ല. അങ്ങനെ റിസ്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചായിരിക്കണം. ഒരു 4 തൊട്ട് 5 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ റിസ്ക്കിലേക്ക് പോകാം. പക്ഷേ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അങ്ങനെ റിസ്ക്കിലേക്ക് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയും കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ അവിടെ അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് കൂടാതെ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോഴും നമുക്ക് ഈ മോക്കിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നൊരു 3 ലെവലിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഒന്ന്, നിങ്ങൾ ഓരോ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ ടോപ്പിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, ആ ടോപ്പിക്കിലെ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സമയത്തായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ പോകേണ്ടത് സെക്ഷണൽ മോക്ക് ടെസ്റ്റിലേക്കാണ്. ഇപ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് മൊത്തം കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മൊത്തം അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതിലേക്ക് പോകാം, സെക്ഷണൽ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, നമ്മൾ ആ എഗെയിൻ ഏതെങ്കിലും ടോപ്പിക് നമ്മൾ വീക്കാണോ, നമ്മൾ അവിടുത്തെ ആ ഒരു സെക്ഷൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. ആൻഡ് ഫൈനലി നമ്മൾ 1 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് നമുക്ക് ഫുൾ മോക്കിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് സ്കോർ 80-90 എന്നുള്ള ടാർഗറ്റ് സ്കോറിലേക്ക് 90 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഔട്ട് ഓഫ് 100 ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ആ ടാർഗറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നമുക്കൊരു ടോപ്പിക് വൈസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് മാക്സിമം 10 to 15 മിനിറ്റ്സിൻ്റെ മോക്ക് ടെസ്റ്റ്, ചെറിയ ടെസ്റ്റുകളായിരിക്കും. അതുപോലെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, അതും മിക്കവാറും നമ്മുടെ ഇപ്പം ജനറൽ അവയർനെസ് ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റ് തൊട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 15 മിനിറ്റ് വരെയൊക്കെയുള്ള ചെറിയ ടെസ്റ്റുകളായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം എടുക്കത്തില്ല. ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 60 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് സമയം 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം ചെയ്യണം, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്യണം. എനിക്ക് ഒരുപാട് പേര് ചെയ്യാത്തൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും, പക്ഷേ തെറ്റിയ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാനോ നിൽക്കത്തില്ല. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവ്യൂ ചെയ്ത് പോവുക. നമ്മളിപ്പം പറഞ്ഞ പോലെ പിന്നെ അത് കൂടാതെ ഡബിൾ ചെക്ക് ചെയ്യുക ആൻസർ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ വെച്ച് അവസാനം ഒന്ന് ചെക്ക് ചെയ്യുക. അത് കൂടാതെ തന്നെ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുക, അതായത് നിങ്ങൾ ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തത്. ലൈക്ക് ഇപ്പം നിങ്ങൾ ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തു, പക്ഷേ സ്റ്റിൽ അത് ബി മാർക്ക് ആയോ, ചിലവർക്ക് അറിയാം ബി മാർക്ക് ചെയ്യാൻ പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സി ആയിരിക്കും മാർക്ക് ആവുന്നത്. അങ്ങനത്തെ മിസ്റ്റേക്സും ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഫോക്കസ് ഓൺ അക്യുറസി, നോട്ട് ജസ്റ്റ് സ്പീഡ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ തുടങ്ങുന്ന സമയത്ത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഡെഫിനറ്റ്ലി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷേ സ്പീഡ് ഒരിക്കലും പെട്ടെന്ന് ഇമ്പ്രൂവ് ആകത്തില്ല. സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സമയം എടുക്കും. നമ്മൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്യുറസി ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത്. സ്പീഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ സ്പീഡ് കാരണം നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നോക്കുക. നമ്മുടെ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്നെ ലോങ് ടേം സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് വളരെ പെട്ടെന്ന് കൂടത്തില്ല, സ്പീഡ് കൂടാൻ കുറച്ച് സമയം എടുക്കും. ഒരു ലോങ് ടേം കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് വഴി എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ സ്പീഡ് കൂടി വരത്തുള്ളൂ. സോ ഇത് നമ്മൾ ഒരുപാട് റഷ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മിസ്റ്റേക്സ് കൂടുതൽ വരുന്നത്. പിന്നെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റിനെ ചിലപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യും. അപ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോഴും നിങ്ങളത് 100% ഷുവർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ 2 ഓപ്ഷൻ എന്തായാലും വരത്തില്ല എന്നുള്ള 100% ഷുവർ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും അവിടെ ഒരുപാട് ഗസ് വർക്കിലേക്ക് പോകാൻ പാടില്ല. സോ ഓവർ കോൺഫിഡൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് പഠിക്കുക. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് റൈറ്റ് ആൻസേഴ്സ് കിട്ടിയിട്ട് തന്നെ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പം തന്നേക്കുന്ന 4 ഓപ്ഷനിലെ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ആൻസറിൻ്റെ റേഞ്ച് നോക്കിക്കൊണ്ടും ഓപ്ഷൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്ത് വരാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ ഓപ്ഷൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാതെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ ആൻസേഴ്സിൻ്റെ റേഞ്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ഓപ്ഷൻ വരത്തില്ല എന്നുള്ളത് കണ്ടുപിടിച്ച് ബാക്കി അത് വെച്ചുകൊണ്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓപ്ഷൻ്റെ അവസാനത്തെ ഡിജിറ്റും അവസാനത്തെ 2 ഡിജിറ്റും എന്ത് വരും, ഒരു
ഒരു മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ആൻസറിൻ്റെ അവസാനത്തെ ഡിജിറ്റും അവസാനത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ത് വരും എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതും വളരെ യൂസ്ഫുൾ ആണ്, ആൻസർ കിട്ടാതെ തന്നെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി. സോ അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും മോക്ക് ടെസ്റ്റ് കഴിയുമ്പം നമ്മൾ ആൻസേഴ്സ് റിവ്യൂ ചെയ്യുക. അതിലും സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റൻസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, നമ്മൾ പഠിച്ചത് വിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ക്വസ്റ്റൻസ് കിട്ടുക, സ്പെഷ്യൽ ഫോർമുലാസ് ഷോർട്ട് കട്ട്സ് ആയി കിട്ടുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് നോട്ട് ചെയ്തെടുക്കുക. ബിക്കോസ് അത് സ്പെഷ്യലായിരിക്കും, അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതായിരിക്കത്തില്ല, പക്ഷേ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഷിഫ്റ്റിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ക്വസ്റ്റൻസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നോട്ട് ചെയ്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റൻസ് കിട്ടാനും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എന്തെങ്കിലും ക്വസ്റ്റൻസിൽ തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ക്വസ്റ്റൻസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്താണ് സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ സിലബസ് ചേഞ്ചസ്. നമുക്ക് എക്സാംസ് ഓരോ വർഷവും നടക്കുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ SSC ആയാലും ബാക്കിയുള്ള എക്സാംസ് ആയാലും അവരും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ക്വസ്റ്റൻസിൻ്റെ പാറ്റേണിലായാലും ശരി, ചോദിക്കുന്ന ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണെങ്കിലും ശരി, ചോദിക്കുന്ന രീതികൾ, ലാംഗ്വേജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവരും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. സോ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ വർഷവും നടക്കുന്ന എക്സാംസ് നടക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇയർ എന്താ ചോദിച്ചത്, ഈവൻ നമ്മളിപ്പോൾ എക്സാം നടക്കുന്ന സമയത്ത് ഇൻക്ലൂഡിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് SSC എക്സാം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ദിവസമല്ല നടക്കുന്നത്, ഒരു 10, 15, 20 ഡേയ്സ് എടുത്താണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ഒരു എക്സാം 5ാമത്തെ ദിവസമാണെങ്കിൽ ഫസ്റ്റ് ഡേ തൊട്ട് 4th ഡേ വരെയും നിങ്ങൾ എന്ത് ചെയ്യണം, ആ നടന്ന എക്സാംസിനെ റിവ്യൂ ചെയ്ത് അതിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കാൻ നോക്കണം. എന്തെങ്കിലും സിലബസിൽ മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ നോക്കി മനസ്സിലാക്കണം. സോ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് സിലബസും ഏറ്റവും അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് വാച്ച് ഔട്ട് ഫോർ ട്രിക്കി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം നമുക്ക് SSC എക്സാംസ് വരുമ്പോഴത്തേന് SSCയിലുള്ള ഏറ്റവും സ്പെഷ്യൽ കേസാണ് വളരെ ഫാൻസി ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്, വളരെ ഫാൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ചിലപ്പം ഈസി ആയിരിക്കും, പക്ഷേ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റൻസ് വളരെ ലെന്തി ആയിരിക്കും, കാണാൻ വളരെ ലെന്തി ആയിട്ടും കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, പക്ഷേ ക്വസ്റ്റൻ ആക്ച്വലി എളുപ്പമായിരിക്കും, പക്ഷേ അത് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ക്വസ്റ്റൻസ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. സോ അങ്ങനത്തെ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റൻസ് എക്സാമിൽ വരുന്ന സമയത്തും ട്രിക്കി ക്വസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് അതർവൈസ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ എടുത്ത് മാർക്ക് ചെയ്തിട്ട് അത് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബിക്കോസ് എക്സാംസിൽ എസ്പെഷ്യലി SSC എക്സാംസിലാണ് ഏറ്റവും കൂടുതൽ ട്രിക്കി ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, നോക്കി മാത്രം, വളരെയധികം നോക്കി ശ്രദ്ധിച്ച് മാത്രം അതേപോലത്തെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പ്രോപ്പർലി ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ കാമായിട്ട് തന്നെ എക്സാംസ് എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാം എക്സാംസ് ചെല്ലുമ്പോൾ വേറെ ഒരു പ്രശ്നമാണ്, ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് ആ എക്സാംസ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ എക്സാം ഓക്കെ ആയിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ട് പോയ, പക്ഷേ എക്സാമിന് കയറിയപ്പോൾ ടെൻഷനായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ എക്സാമിന് അത്യാവശ്യം കുറച്ച് സമയം മുമ്പേ പ്രോപ്പർലി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാംസൊക്കെ നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറയുന്ന എക്സാമിന് തൊട്ട് മുമ്പ്, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. വളരെ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് CGLൻ്റെ എക്സാം ഇനി ഒരു 10 months കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ 10 months കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ റെഡി ആയിരിക്കണം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി. ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന ലോങ് ടേം ഈ ഒരു 10 മാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ഈ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് വൺസ് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കാമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്കത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്ത് വളരെ കാമായിട്ട് തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കോളേജിലെ ഫൈനൽ ഇയേഴ്സ് കാണും, ഒരുപാട് പേര് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരുണ്ടായിരിക്കും. നേരത്തെ പ്രിപ്പയർ ചെയ്തവരല്ലാതെ ഓൾറെഡി ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരും, കോളേജിൻ്റെ ഫൈനൽ ഇയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇനി പാസ് ഔട്ട് ആയതിനു ശേഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരും, അപ്പോൾ അവരും ആയാലും ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു April, May റിസൾട്ട് വന്ന് നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ എന്ത് വരും, നമുക്ക് ഈ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. സോ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ ഓൾറെഡി സിലബസ് കവേർഡ് ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത്
അത് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് അടുത്ത ഒരു 4 മാസം കൊണ്ട് നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാംസ് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത വർഷം ഒരുപാട് 2025 ഒരുപാട് എക്സാംസും ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഒരുപാട് വേക്കൻസിയുമാണ് വരാതിരിക്കുന്നത്. സോ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി എൻട്രിയും പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് ഓഫേഴ്സ് ഡിസംബർ മന്തിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ ഈ വർഷം ഒരുപാട് ഓഫേഴ്സ് ഈ ഒരു ഡിസംബറിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കോഴ്സസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴത്തേക്കും ആ വാലിഡിറ്റി ഒക്കെ കഴിയും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡിസംബറിലെ ഓഫേഴ്സിൽ. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ കോഴ്സിൻ്റെ മേളിലും ഈ ഒരു SSC കോഴ്സിൻ്റെയൊക്കെ മേളിൽ 30% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ എക്സ്ട്രാ വാലിഡിറ്റി കൂടാതാണ് ഈ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പിന്നെയും ഒരുപാട് എക്സ്ട്രാ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരുമിച്ചൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെയും പിന്നെയും നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓഫേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് വെച്ച് നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഏതൊക്കെ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSC മാത്രമല്ല, ഈവൻ ബാങ്ക് ആയാലും റെയിൽവേ ആയാലും വേറെ എക്സാംസ് ആയാലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ്. എന്തെങ്കിലും വാല്യൂ ആഡഡ് കോഴ്സസ് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം പറഞ്ഞ കോഴ്സിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും. ഈ അവിടെ ഫ്രീ ആയിട്ട് ചിലപ്പം ആഡ് ഓൺ കോഴ്സസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്ത വർഷത്തെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. സോ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഈ എക്സാംസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും ഫ്യൂച്ചറിലെ വീഡിയോസിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.